അനിയനൊരാണായിരുന്നടാ. ലേഡി ബോയ് പോടി പോടാ. ഇതാരാ? നീ ആരി കൊച്ചു ചേർക്ക? ഈ മൂട്ട സൗണ്ട് വെച്ചിട്ട് നീ സിറ്റില് ഡൗൺ എന്നാ? നീ നമ്മടെ പമ്പി വന്നിട്ടേ നീ ആര്? നീ കണ്ണെടുക്കാ? നീ കണ്ണെടുക്കാ വന്നല്ലടാ? നീ നീ എന്താ ഓടിയാ പൊന്നു പോലെ രാത്രി കിടന്ന് വീട് പൊളിക്കണത്. ഹലോ, പേര് പറടാ. പട്ടപ്പേര് പറയടാ. ഹലോ, ചാവറടിയാണോ നീ? നിനക്കൊരു 5 മിനിറ്റ് സമയം തരാം. ഒരു 5 സെക്കൻഡ് സമയം തരാം. 5 രണ്ടിടയ്ക്ക് സംസാരത്തിലേക്ക് കൊന്നാണ്. സ്പോട്ട് ഡെഡ് ആണ് നീ. 5 4 3 2. ഹലോ, എന്റെ പേരെന്താ? പേര് പറ. പേര് പറയടാ. അലീനയുടെ സ്വന്തം അല്ലടാ തോന്നിയേ. ഹലോ ഹലോ ഹലോ, സംസാരിക്കണം. എന്റെ ജീവന് കൊതി ഉണ്ടെങ്കിൽ സംസാരിക്കുന്നീ. കളിക്കുന്ന നീ 5 പേരുണ്ട്. അതിനുള്ളിൽ സംസാരത്തിലേക്ക് 10 പേരുണ്ട്. ഞാൻ 1 2 3 4 5. അടുത്ത നിന്റെ ഓരോ അടിയും 1 2. ഹലോ ഹലോ ഹലോ. ചന്ദ്രനെ അറിയാവുന്ന ആളാണല്ലേ? അനിയനൊരാണായിരുന്നടാ. ഇത് ഞാൻ അന്നേ ചന്ദ്രനോട് പറയണമെന്ന് വിചാരിച്ചേ. അയ്യോ, വെടികാല കൊണ്ട്. നീ ഒരാണായിരുന്നാടി. വേറെ ആളമൊക്കെ വേറെ ലേഡി ബോയ് പോടി പോടാ. എടാ വരാനി. പോയി പെമ്പിള ഡ്രസ് ഇട്ടിട്ടോ. എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ വയ്യ. എനിക്ക് ഞാൻ പെൺപിള്ളേരെ വളക്കി ഇറങ്ങിയതാ. നാണം ഇല്ലേടി നിനക്ക്? നാണം ഉളുപ്പുണ്ടാ? ഉളുപ്പ് പെമ്പിള്ളരോ ഇങ്ങനെ നടക്കട്ടെ. സ്റ്റൈൽ മന്നനല്ലേ? ഹലോ ഹലോ ഹലോ, കണ്ടി ഏതമ്മ? സൂര്യ വിളിച്ചെടുക്കണ്ട കേട്ടോ. അമ്മ ടൂറ് ചന്ദ്ര. സൂര്യൻ നമ്പരാ വിളിക്കട്ടാ. ഹലോ എടാ, അമ്മ ടൂർ പോയിക്കുക. ഇത് ഏതോ മാടന്റെ കയ്യില് അമ്മേടെ ഫോൺ ഇരിക്കുന്നെ. ഞാനാ? ഞാൻ ഇവിടെ മുതുക്കില്. ഞാൻ ഇപ്പൊ ആരടാ ഇത്? ആരാ ഇങ്ങോട്ട് ഇടുന്നേ? ഞാനല്ല എന്തൊരു. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. അയ്യേ
ദേവിക്കുട്ടി മൈ ലവ്. ഹലോ ദേവിക്കുട്ടി. എന്താണ് ഇതൊക്കെ സാർക്ക്? ചന്ദ്ര ദേവിക്കുട്ടിയെ വളച്ചിട്ട് വരാം. ഓക്കെ ചന്ദ്രു ആള് വേറെ വേറെ പരിപാടി ഇതാര്? ഹലോ ഇതാരാ? ഹലോ 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 ഇതാരാ? ഹലോ മച്ചാനെ ഇതാരാ? എടാ മിണ്ടാതിരിക്കണ വന്നിട്ട് അടുത്ത് വന്നിട്ട് ആരാ നീ? കളിയാക്കണാടാ. പുറത്തിറങ്ങടാ. കൊന്നില്ല തലയോടിച്ചില്ല. സേഫ് സോണാ. കൊല്ലണ്ടായിരുന്നു. സേഫ് സോണാ. ഹലോ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആണിനെ പോലെ ട്രീറ്റ് ചെയ്യോ? നിനക്ക് ആണുങ്ങളാ എന്തരടി നിനക്ക് മര്യാദക്കില്ലടി. എന്താ ഇതൊക്കെ? ഞാൻ പിന്നെ സ്വഭാവം മാറ്റിക്കല്ലേ എന്റെ കുറെ നേരം എന്ത് ഇത് കാണിക്കുന്നേ? ബ്രോയുടെ പേരെന്തായിരുന്നു? ഇവിടെ പി എല്ലാണോ? ഹലോ നിന്നോട് ഹലോ ദേവക്കുട്ടിയാണോ? അലീന എവിടെ പോയിക്കുക? ഒരു പയ്യൻ നിന്നെ കുറച്ച് നാളായിട്ട് നിന്നെ ഇങ്ങനെ നോക്കി അടപ്പുണ്ട് ദേവക്കുട്ടി. എന്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട് നിന്നോടുള്ള ഒരു ഇഷ്ടത്തിനെ പറ്റി ഇങ്ങനെ കുറച്ച് നാളായിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ സംസാരിക്കണ ആൾക്കാരെ കയറി പിടിക്കല്ലേ? അത് അങ്ങനാണേ, ബുദ്ധിമുട്ടാണേ. അതായത് പുള്ളിക്കാരന് കൊറേ നാളായിട്ട് ദേവത്തിനെ ഇഷ്ടമാണ്. ഇങ്ങനെ സിറ്റിയിലൊക്കെ വെച്ച് ഇങ്ങനെ കാണാറുണ്ട് ഇങ്ങനെ. അപ്പൊ സാർക്ക് അങ്ങ് ഉണ്ടാക്കല്ലേ? ഞാനല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് ആള്. റെഡിട്ട് ഇങ്ങനെയാണ് ആള്. ഒന്ന് സംസാരിക്കാവോ? പേര് അലൻ. ഹലോ അലൻ. അതെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴേക്കും നമുക്ക് അങ്ങനെ ഇത് ഇന്ന് പ്രപ്പോസ് ഡേ ആണ്. അപ്പൊ അല്ലല്ല ഇന്ന് പ്രോമിസിംഗ് ഡേ. ഇന്ന് പ്രോമിസ് ആണ്. അവനെന്ന് ഹഗ് ഡേ ആണ്. അവനെന്ന് ഹഗ് ഡേ ആണ്. അത് തല്ലുകൊള്ളു ചന്ദ്രു. ഇതാര് മേടിക്കാൻ വന്നതാണ്? ഇതൊക്കെ ഇല്ല, ഞാൻ സിംഗിളാണ്. ഞാൻ ഒറ്റയ്ക്കാ വന്നത്. ബ്രോ പേരെന്താ? അയ്യോ ഇതെന്താ ഇത്? മാറ്റുണ്ട്. സൂര്യ ഈ ദേവക്കുട്ടി ബ്ലാക്ക് മാഫിയ തമ്മിൽ അടിയെന്ന് പറഞ്ഞിട്ട് ദേവക്കുട്ടി തന്നെയാണാ? പ്രിൻസിപ്പാളിന്റെ മകനുണ്ട്, ചന്ദ്രന്റെ ഒരു മകനുണ്ട്. എലി ഉണ്ട്. എലി വന്നു. നമ്മുടെ കൂട്ടത്തിൽ ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ നിനക്ക് പെണ്ണില്ല അളിയാ? ഇല്ല അല്ല എനിക്കില്ല. അല്ല എന്ത് അലൻ സിറ്റിയിൽ എന്ത് ചെയ്യുന്നു? സിറ്റിയിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ പെമ്പിളരെ വളയ്ക്കുന്നു,
പിന്നെ പെമ്പിള്ളേരെ വിളിക്കുന്നു പ്രേമിക്കുന്നു ഇങ്ങനെ ജീവിച്ചു പോണ്. കെട്ടിപ്പിടിക്കുന്നു അല്ലേ എല്ലാരും? എടാ എന്താടാ നിനക്ക് ഇത്ര കഴപ്പാടാ നിനക്ക് ഇങ്ങനെ പെമ്പിളരൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒന്ന് സൂഹിക്കാനല്ല അങ്ങ് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ. തോന്നിയ ദിവസം കാണിച്ചല്ല അടിച്ച് പല്ലടക്കം കേട്ടല്ല ചോദിക്കാനും പറയാൻ ആൾക്കാരുള്ള ഇവിടെ. തുടക്കമില്ല അതിന്റെയാണ് മനസ്സിലായില്ല. ഒരു ഫോട്ടോ എടുക്കുന്നത്. ചന്ദ്ര അത് അകത്തങ്ങനില്ല, പുറത്തേ ഉള്ളു. വെറുതെ അങ്ങനൊന്നും ഇല്ല കാണിക്കരുത്. ഞങ്ങൾ അലീനനെ കാണാനില്ല. അലീന മിസ്സിങ്ങാ. ഞങ്ങൾ എസ്പമ്പ് അപ്പ ഇരിക്കടെങ്ക. ആര് സൂര്യയാണോ? വിളിയവനെ വരാതിയ. സൂര്യ അങ്ങോട്ട് വാ, എസ്പമ്പിലോട്ട് വാ. നിന്ന ഡാഡി ചോദിക്കുന്നു. ആ നീല മുടിനോടൊന്ന് സംസാരിച്ചേ. സിറ്റിയിൽ എന്ത് ചെയ്യുന്നു? ഇതാരാ? ഏത് ഡോണ്? ഏത് ഡോണ്? നീ മാത്രം പറഞ്ഞ സിറ്റിയിലെ ഡോൺ എന്ന് അടിച്ച് പല്ലളക്കുന്നുണ്ട് കേട്ടാ. ഞാനാണ് സിറ്റിയിലെ ഡോണ്. ഡോൺ സെബാസ്റ്റ്യൻ ഞാനാടാ. ആ നീ ആര്? കൊച്ചു ചേർക്ക ഈ മൂട്ട സൗണ്ട് വെച്ചിട്ട് നീ സിറ്റിയിലെ ഡോൺ എന്നാ? എന്താ എന്താ ഞാൻ പിന്നെ ഇവിടെ മൂഞ്ചാനാണ് ഇവിടെ ഇങ്ങനെ ഡോൺ എന്ന് പറഞ്ഞ്. ആരോടാണ് നീ എങ്ങനെയാണ് സംസാരിക്കുന്നുള്ള ബോധം വേണം. ഇല്ല സാറേ ഞാനില്ലടാ സാറേ കൈ വെക്കില്ല ഇല്ലടാ ഡോണേ ഇടിച്ച് പല്ലടക്കോല നിന്റെ. ഞാനാടാ ഡോൺ ഡോൺ ഞാനാടാ 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 ഡോൺ സെബാസ്റ്റ്യൻ. നീ എന്നെ അടിക്കാറായടാ പട്ടി. ആടാ ആയടാ ആയടാ. മതിയാ കഴിഞ്ഞാ ഡോണേ കഴിഞ്ഞാ? ആ ഡോൺ ഇപ്പൊ അടിയോണ്ട് തെറിച്ച് പോയില്ലേ? കളിക്കല്ലേ ഡോണിനടുത്ത് കയറി കളിക്കല്ലേ അങ്ങ് കേട്ടാ. തരത്തിപ്പകളടാ കൊച്ചിറക്ക. നീ എവിടാ? നീ 10ാം ക്ലാസ്സിലെ ഡോണാ? 10ാം ക്ലാസ്സിലെ ഡോണാണോ? 10ാം ക്ലാസ്സിലെ കോളേജ് ഇതാണ് എന്റെ വലം കൈ. അലനെ അല ചന്ദ്രന്റെ മോനാന്ന് കളിക്കാൻ. ചന്ദ്രന്റെ ഹെയർ നീലമുടി. പേരെന്താ? അല ഇവനൊക്കെ തീർത്തോളാം. അല ഞാൻ വേണ്ട. മുടി മാറ്റണം. മുടി ഇപ്പൊ തന്നെ മാറ്റണം. ഞാൻ തെണ്ടിപ്പിള്ളേരെ കൈ വയ്ക്കാറില്ല ഞാൻ കേട്ടാ. നീ മുടി മാറ്റണം. നീ മൊട്ട അടിച്ച് നടന്നാ മതി സിറ്റിയില്. അല അത്ര ഉള്ളൂ. അല അത്ര ഉള്ളു. നമ്മളാ സിറ്റി ഭരിക്കണ മനസ്സിലായ? അലന്റെ കഴിവനെ മാറുന്നില്ലേ ചത്തല്ലേ? എടാ നീ പോയി തരത്തി കളി പോട്ടെ. LKG-യിലെ UKG-യിലെ പിള്ളേരെ പോയി വെല്ലുവിളിച്ചത് മനസ്സിലായല്ലടാ. ചന്ദ്രബോസിനോട് കളിക്കാനായിട്ടില്ല മനസ്സിലായ? അപ്പൊ പറയാം. അല്ല ആരടുത്ത് പറഞ്ഞത്? അവന്റെ അടുത്തല്ലേ? ഇല്ല ഫ്രണ്ട്സ് ആരും ഇല്ല. കുറച്ചു നേരത്തേക്ക് ഞാൻ ഉള്ളേ. അതാ ഇല്ലല്ലേ? കുറച്ചേരത്തേക്ക് വരുമെന്ന് ഫ്രണ്ട്സ് ആരും ഇല്ല. കുറച്ചേരത്തേക്ക് വരുമെന്ന്. ഇവന്റെയൊക്കെ കഴപ്പുണ്ടടാ. ഇവനൊക്കെയാണ് നമ്മുടെ കുറച്ചേരത്തേക്ക് വരുമെന്ന്. നമ്മുടെ സിറ്റിയിലെ ശാപം. ഏത് കാലത്താണ് നമ്മൾ എന്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കണേ സാർക്കെ? ഒരുത്തൻ വന്നിട്ട് പെൺകൊച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. എടി അടിച്ചവന്റെ ഒക്കെ മോണ ഇളക്ക്. ബാക്കി രണ്ടാമത്തെ കാര്യം. ബാക്കി ഞാൻ അടിച്ച് തിരിക്കവനെയൊക്കെ. ഞാൻ ഒന്നും ചെയ്യൂല. അടിക്ക് മോന്ത പിടിച്ച് ഉരക്കി. പുതിയെന്ന് പറഞ്ഞിട്ട്
ആ കണ്ട ഇതൊക്കെ സഹിക്കണം പുതിയ ആളെന്നൊക്കെ പറഞ്ഞാൽ ഇതിപ്പോ കൊണ്ടുപോകും അലനെ 25. തോക്കെടുത്തേക്ക് safe zone. ആ ഉം. Don't. അതെ ഒരു സെക്കൻഡ് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല SRK വന്നേ നമ്മള് മുഴിപ്പിച്ചില്ല സംസാരിച്ച് SRK ഇങ്ങോട്ട് വാടാ SRK നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ തമ്മിൽ ഒരു ചെറിയൊരു ബന്ധമുണ്ട് അത് പറഞ്ഞുതരാം അവന്റെ അനിയനാണ് മനസ്സിലായ ഓ സംസാരിച്ചോണ്ടിരിക്കുകയാണ് നമ്മള് കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് എടാ SRK ഓക്കെ എടാ വാണേഷേ SRK പോയേട്ടാ ഞാൻ ഉണർത്താം. SRK. അടിപൊളി പറ്റുവാണെങ്കിൽ SRK. താനസ് ബ്രോ മനസ്സിലോട്ട് ബ്രോ SRK. റഫട്ട് ആ അത് വിട് ആ വന്നു